നമസ്കാരം. സങ്കീർണരഹിത പ്രമേഹ ക്ലാസ്സിൻ്റെ 32ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഗർഭിണികളും പ്രമേഹവും എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചർച്ച ചെയ്യാൻ പോകുന്നത് ഗർഭിണികൾക്ക് പ്രമേഹം എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുക, ഡയഗ്നോസ് ചെയ്താൽ എങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്, പ്രസവ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അതുപോലെ പ്രസവാനന്തരം പ്രസവിച്ചതിന് ശേഷം കുട്ടിയുടെയും അമ്മയുടെയും കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സാധാരണ നമുക്കറിയാം പ്രമേഹം എന്നതൊരു ലക്ഷണമില്ലാത്ത അസുഖമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകളും, പ്രമേഹമുള്ളവരല്ല, എല്ലാ സ്ത്രീകളും ഗർഭിണി ആവുന്നതോടുകൂടി ഫസ്റ്റ് വിസിറ്റിൽ അവരെ ഗൈനക്കോളജിസ്റ്റിനെ സന്ദർശിക്കുന്ന ഫസ്റ്റ് വിസിറ്റിൽ തന്നെ സാധാരണ ഷുഗർ ടെസ്റ്റ് ചെയ്യും. അവിടെ നമ്മൾ ചെയ്യുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറായ FPS, PPBS, അതുപോലെ HbA1c എന്ന ടെസ്റ്റാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ പലപ്പോഴും നമ്മൾ ഡയബറ്റീസ് എന്നത് ഒരു ലക്ഷണമില്ലാത്ത അസുഖമായതുകൊണ്ട് ആദ്യമായിട്ടായിരിക്കും, ആ സമയത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, ഷുഗർ ഉണ്ട് എന്ന് തന്നെ അറിയുന്നില്ല, പ്രമേഹമാണ് എന്ന് അറിയുന്നത് തന്നെ. കാരണം ആ സമയത്ത് നമ്മളത് അറിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ കുഴപ്പം എന്നത് കുട്ടികളിൽ, കാരണം ആദ്യം ഓർഗനോജനസ് അല്ലെങ്കിൽ അവയവങ്ങൾ വളരുന്നൊരു സമയത്താണ് ആ മാതാവ് ആ സമയത്തുള്ളത് എന്നതുകൊണ്ട് അവയവങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാനല്ല വൈകല്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വിസിറ്റിൽ തന്നെ എല്ലാ സ്ത്രീകളും, ഗർഭിണികളാകുന്ന എല്ലാ സ്ത്രീകളും, പ്രമേഹ രോഗികളല്ലാത്തവരും ആയവരും എല്ലാവരും തന്നെ FPS, PPBS, HbA1c ചെയ്യണം. ഇനി ഈ സന്ദർഭത്തിൽ ഷുഗർ നോർമൽ ആണെങ്കിലും നമ്മൾ ടെസ്റ്റ് നിർത്തിവെക്കുന്നില്ല. പിന്നെ എപ്പോഴാണ് ചെയ്യേണ്ടത്? 3 മാസങ്ങൾക്ക് ശേഷം, അതുപോലെ 6ാം മാസത്തിലും ടെസ്റ്റ് ചെയ്യണം. എന്താണ് കാരണം? കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, GDM അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് തുടങ്ങുന്നത് തന്നെ 6ാമത്തെ മാസത്തിലാണ്, അല്ലെങ്കിൽ ഏർലി GDM എന്ന് തുടങ്ങുന്നത് തന്നെ 3ാമത്തോ 4ാമത്തോ മാസത്തിലാണ്. പക്ഷേ ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് HbA1c അല്ല. അതാണ് വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം ഈ സന്ദർഭത്തിൽ HbA1c ഒരു കറക്റ്റ് റിപ്പോർട്ട്, ആ സമയത്ത് എന്ത് ചെയ്യുക, HbA1c നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു കറക്റ്റ് റിപ്പോർട്ട് കിട്ടത്തില്ല. അതിന് കാരണം 3 എണ്ണമാണ്. ഒന്ന്, HbA1c എന്നാൽ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയും. അതിൽ ഹീമോഗ്ലോബിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ടെസ്റ്റാണ് HbA1c. അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ കുറയുന്നൊരവസ്ഥയോ കൂടുന്നൊരവസ്ഥയോ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, HbA1cയിലും ചെറിയ ചെറിയ എറേഴ്സ്, തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ഗർഭാവസ്ഥ നമുക്കറിയാം സാധാരണ എന്ത് ചെയ്യുക, അയണിൻ്റെ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ കുറവുള്ളൊരവസ്ഥയാണ്. ഒരു 9, 10 സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ HbA1c അത്ര കറക്റ്റ് വാല്യൂ തരണമെന്നില്ല. രണ്ടാമത്തത്, നമ്മൾ ഗർഭിണികൾക്ക് ഷുഗർ കുറച്ചും കൂടി ലോ ലെവലിലാണ് വെക്കുക. അതെങ്ങനെയാണെന്നുള്ള അടുത്ത കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെയും നമുക്ക് HbA1c കറക്റ്റ് റിപ്പോർട്ട് കിട്ടത്തില്ല. മൂന്നാമത്തത്, GDM എന്ന അവസ്ഥ തുടങ്ങുന്നത് തന്നെ 6ാം മാസത്തിലാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ HbA1c ചെയ്യുമ്പോൾ നോർമലായിട്ടാണ് കാണിക്കുക. കാരണം HbA1c 3 മാസത്തെ കഴിഞ്ഞാലേ റിഫ്ലക്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ കൂടി തുടങ്ങുള്ളൂ. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ട് സാധാരണ പ്രസവാവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, HbA1c എന്ന ടെസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അതിന് പകരം ചെയ്യുന്ന ടെസ്റ്റിൻ്റെ പേരാണ് OGTT അല്ലെങ്കിൽ ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയും. ഇതെങ്ങനെയാണ് ചെയ്യുക? അതായത് ഒരു 6ാം മാസത്തിൽ അല്ലെങ്കിൽ 3ാം മാസത്തിൽ നമ്മൾ ചെയ്യുക. ആദ്യം 8 മണിക്കൂർ ഫാസ്റ്റിംഗ്. 8 മണിക്കൂർ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുക. ആ സമയത്ത് 8 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഫാസ്റ്റിങ്ങിൽ ഷുഗർ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ഫാസ്റ്റിങ്ങിൽ ഷുഗർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 75 ഗ്രാം എനഹൈഡ്രസ് ഗ്ലൂക്കോസ്, നമ്മൾ ഗ്ലൂക്കോസ് പൊടിയില്ലേ, ആ ഗ്ലൂക്കോസ് പൗഡർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കും. അതിനുശേഷം 1 മണിക്കൂർ ശേഷവും 2 മണിക്കൂർ ശേഷവും ഷുഗർ ചെക്ക് ചെയ്യും. അപ്പോൾ ഫാസ്റ്റിംഗ് ഷുഗർ ഇനി 93 മേലെയോ, 1 മണിക്കൂർ ശേഷമുള്ള ഷുഗർ 180 മേലെയോ, 180 മേലെയോ, 2 മണിക്കൂറിന് ശേഷമുള്ള ഷുഗർ 153 മേലെയോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് ഗർഭാവസ്ഥയിലെ ഷുഗറായിട്ട് കൺസിഡർ ചെയ്യും. ഗർഭാവസ്ഥയിലെ ഷുഗറിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, GDM അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലെ ഷുഗർ ഡയഗ്നോസ് ചെയ്യുന്നത്. ഇനി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണുള്ളത്? കാരണം സാധാരണ ഗർഭിണികളിൽ ഷുഗർ മാനേജ് ചെയ്യുന്നത് സാധാരണ ഒരു ഡയബറ്റീസ് പേഷ്യൻറ്റിനെ മാനേജ് ചെയ്യുന്നത് പോലെയല്ല, കുറച്ചും കൂടി ഭിന്നതയോട്, കുറച്ച് വ്യത്യാസത്തോടു കൂടിയാണ്. കാരണം ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ നോക്കണം. വെറും അമ്മയുടെ കാര്യമല്ല, വയറ്റിലിരിക്കുന്ന കൊച്ചിൻ്റെ കാര്യം കൂടി എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യുക. അവിടെ വരുന്ന ആദ്യത്തെ വ്യത്യാസം, ഉദാഹരണത്തിന് ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ് എന്ന് കരുതുക. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഡയബറ്റിക് പേഷ്യൻ്റ് നമ്മൾ എന്താണ് ചെയ്യുക, നമ്മൾ സാധാരണ ഫാസ്റ്റിംഗ് ഷുഗർ ടെസ്റ്റ് ചെയ്യും. ഓരോ മാസത്തിൽ ഒരു ദിവസം ഫാസ്റ്റിംഗ് ഷുഗർ ടെസ്റ്റ് ചെയ്യും. ഭക്ഷണശേഷമുള്ള ഷുഗർ ടെസ്റ്റ് ചെയ്യും. ഡോക്ടറെ പോയി കാണിക്കും. നമ്മൾ സാധാരണ വെക്കുന്ന കട്ട് ഓഫ് എത്രയാണ്? ഫാസ്റ്റിംഗ് ഷുഗർ ഒരു 130 താഴെയായിരിക്കണം. ഭക്ഷണശേഷമുള്ള PPBS 180 താഴെയായിരിക്കണം. ഓരോ മാസത്തിലൊരിക്കലാണ് ടെസ്റ്റ് ചെയ്യുക, അല്ലേ? ഇതാണല്ലോ സാധാരണ നമ്മൾ കണ്ടുവരാറ്. പക്ഷേ ഗർഭിണിക്ക് അങ്ങനെയല്ല.
ഗർഭിണിക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഗർഭിണിൻ്റെ കട്ട് ഓഫ് എന്നത് ഫാസ്റ്റിംഗ് ഷുഗർ എന്നത് 95-ൽ താഴെയായിരിക്കണം. ഭക്ഷണശേഷങ്ങളിൽ ചെയ്യുന്ന ഷുഗർ 120-ൽ താഴെയായിരിക്കണം. എന്തിനു വേണ്ടിയാണ്? കാരണം കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. ആ ഷുഗറിലാണ് കുട്ടിക്ക് നല്ലൊരു വളർച്ച കിട്ടുക എന്നതാണ്. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ വിഷയം കൂടി വരുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് അമ്മയുടെ ഷുഗർ നന്ന കുറഞ്ഞു പോകാൻ പാടില്ല, അതിന് കണക്കായിട്ട് അമ്മ ഭക്ഷണം കഴിക്കണം. മറ്റൊരു ഭാഗത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ഷുഗർ കൂടിയിട്ട് കുട്ടിക്ക് ആവശ്യമുള്ള കുട്ടിക്ക് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ് കിട്ടുകയും വേണം. അപ്പം ഭക്ഷണം മിതത്തിൽ കഴിക്കണം. അത് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, അമ്മയുടെ ഷുഗർ നമ്മൾ എന്ത് ചെയ്യണം? ഫാസ്റ്റിംഗ് ആണെങ്കിൽ 95 താഴെ വെക്കണം. ഭക്ഷണശേഷമുള്ള ഷുഗർ ആണെങ്കിൽ 120 താഴെ വെക്കണം. ഇനി എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ലാബിൽ പോയിട്ടല്ല ടെസ്റ്റ് ചെയ്യാം. മറിച്ച് എന്ത് ചെയ്യണം? ഒരു ഗ്ലൂക്കോമീറ്റർ, എല്ലാ ഗർഭിണികൾക്ക്, ഷുഗറുള്ള ഗർഭിണികളുടെ വീട്ടിൽ അവരുടെ കയ്യിൽ ഗ്ലൂക്കോമീറ്റർ ഉണ്ടായിരിക്കണം. എന്നിട്ട് 6 നേരം ടെസ്റ്റ് ചെയ്യണം. അത് എല്ലാ ദിവസവും അല്ല, ആഴ്ചയിൽ ഒരു ദിവസം. ഉദാഹരണത്തിന് ഇപ്പം ഒരു പ്രസവം തുടങ്ങിയിട്ട് 6ാമത്തെ മാസമാണ് ഡയഗ്നോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് എല്ലാ ആഴ്ചകളിലും ഒരു ദിവസം 6 നേരം ഷുഗർ ടെസ്റ്റ് ചെയ്യുക. ഏതാണ് ഈ 6 നേരം? ഒന്ന് ഫാസ്റ്റിങ്ങിൽ, രണ്ടാമത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞാൽ, മൂന്നാമത്തത് ഉച്ചഭക്ഷണം ലഞ്ചിന് തൊട്ട് മുന്നേ, നാലാമത്തത് ലഞ്ച് കഴിഞ്ഞ് 1.5 മണിക്കൂർ ശേഷം, അഞ്ചാമത്തത് ഡിന്നറിന് തൊട്ട് മുന്നേ, ആറാമത്തത് ഡിന്നർ കഴിഞ്ഞ് 1.5 മണിക്കൂർ ശേഷം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 3 ഭക്ഷണത്തിന് മുന്നും 3 ഭക്ഷണത്തിന് ശേഷവും ആയിട്ട് 6 നേരമായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് ഈ 1 മണിക്കൂർ ഭക്ഷണത്തിന് മുമ്പുള്ളതൊക്കെ നമ്മൾ 95-ൽ താഴെയും വെക്കണം. ഭക്ഷണത്തിന് ശേഷമുള്ളതൊക്കെ എങ്ങനെ 120-ൽ താഴെയും വെക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് എങ്ങനെയാണ് ചികിത്സിക്കുക എന്നതാണ്. സാധാരണ നമുക്കറിയാം, ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യില്ല, ഓറൽ ടാബ്ലറ്റ്സ് സാധാരണ കൊടുക്കാറില്ല. മറിച്ച് ഇൻസുലിൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. മെറ്റ്ഫോർമിൻ പോലത്തെ ഗുളികകൾ ഉപയോഗിക്കാമെന്നും സാധാരണഗതിയിൽ നമ്മൾ 3 മാസങ്ങൾക്ക് ശേഷം മെറ്റ്ഫോർമിൻ നിർത്താറുണ്ട്. മറ്റ് ഗുളികകൾക്കും നമുക്ക് എന്ത് ചെയ്യുക, എവിഡൻസ് ഉണ്ട്. അതായത് അകാർബോസ് പോലത്തെ ഗുളികകളും ഉപയോഗിക്കാൻ പറ്റാറുണ്ട്. പക്ഷേ ജനറലി നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും ഉചിതവും ഏറ്റവും ഷുഗർ കൺട്രോൾ ചെയ്യാൻ എളുപ്പവും ഗർഭാവസ്ഥയിൽ ഏറ്റവും നല്ലത് ഇൻസുലിൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഉപയോഗിക്കേണ്ട വിധം നമുക്കറിഞ്ഞിരിക്കണം. ഏത് ഇൻസുലിൻ ഉപയോഗിക്കാം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇൻസുലിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ ഉപയോഗിക്കാം, ലോങ് ആക്ടിങ് ഇൻസുലിൻ ഉപയോഗിക്കാം. ഇപ്പോൾ ഈ ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം ഫാസ്റ്റിംഗ് ഷുഗറുകളിലാണ് പ്രശ്നം, ഭക്ഷണത്തിന് മുമ്പുള്ള ഷുഗറുകളിലാണ് പ്രശ്നങ്ങൾ വരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോങ് ആക്ടിങ് ഇൻസുലിൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ ഉപയോഗിക്കാം. അത് ഭക്ഷണത്തിന് ശേഷമുള്ളതിലാണ് പ്രശ്നം വരുന്നെങ്കിൽ ലോങ് ആക്ടിങ് ഇൻസുലിൻ ഉപയോഗിക്കാം, ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്താണ്? വെറും വയറ്റിൽ ഫാസ്റ്റിംഗ് ഷുഗറുകൾ 95 താഴെ വെക്കണം, ഭക്ഷണശേഷമുള്ള ഷുഗർ 120-ൽ താഴെ വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇൻസുലിൻ്റെ മറ്റൊരു ഗുണം എന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഒരാഴ്ചയിൽ 6 നേരം ഷുഗർ ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഡോക്ടറെയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പേഷ്യൻ്റ് പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കൂടെയുള്ള ബൈസ്റ്റാൻഡർ, മാതാവോ പിതാവോ അല്ല ഹസ്ബൻഡോ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരെ ഡോക്ടറുമായിട്ടോ അല്ലെങ്കിൽ ഡോക്ടറെ കൂടെയുള്ള ഡയബറ്റിക് എഡ്യൂക്കേറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇൻസുലിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഇനി അടുത്ത സംശയം വരാം, ഇൻസുലിൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എവിടെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയാണ്. സാധാരണ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇൻസുലിൻ റൊട്ടേഷൻ എവിടെ ഈ ഗർഭാവസ്ഥയിലും ബാധകമാണ്. കാരണം ചില സ്ത്രീകൾക്ക്, പ്രത്യേകിച്ചിട്ട് ടൈപ്പ് 1 ഉള്ള സ്ത്രീകൾക്ക് 4 നേരമൊക്കെ ഇൻസുലിൻ വേണ്ടി വരും, നല്ല ഡോസ് ഇൻസുലിൻ വേണ്ടി വരും. അതേസമയത്ത് GDM ഉള്ള ഗർഭാവസ്ഥയിൽ വരുന്ന ഷുഗർ ഉള്ളവർക്ക് ചിലപ്പോൾ ചെറിയ ഡോസേ വേണ്ടി വരും, അല്ലെങ്കിൽ 1-2 നേരമേ വേണ്ടി വരുള്ളൂ. പ്രത്യേകിച്ച് ഈ കുറേ നേരങ്ങളിൽ 3-4 നേരം ഒരു ദിവസം ഇൻസുലിൻ അടിക്കേണ്ടി വരുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരേ സൈറ്റിൽ തന്നെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ ലൈപ്പോഡിസ്ട്രോഫി അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മസിലുകളിൽ കല്ലിപ്പ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈറ്റ് റൊട്ടേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സൈറ്റ് റൊട്ടേഷൻ എന്ന് തുടകളിൽ 1 മാസം ചെയ്യുക, അടുത്ത മാസം കൈകളിൽ ചെയ്യുക, അടുത്ത മാസം വയറിൽ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു സംശയം വരും, അയ്യോ ഗർഭിണികളുടെ വയറ്റിൽ ഇൻസുലിൻ കുത്താൻ പറ്റുമോ എന്നുള്ളത്. അതൊരു തെറ്റായ ധാരണയാണ്. നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബേബി ഉള്ളത് അല്ലെ ഫീറ്റസ് ഉള്ളത് അമ്മയുടെ ഗർഭം ഏതാണ്ട് ഇത്ര ഡിസ്റ്റൻസ് താഴെയാണ്. നമ്മൾ ഇൻസുലിൻ എന്ന് പറയുന്നത് ആകെ ഇൻസുലിൻ്റെ നീഡിലെത്തുന്നത് ഈ ഒരു ആയത്തിൽ മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ തെറ്റിദ്ധാരണ ആവശ്യമില്ല. വയറുകളിൽ സാധാരണ ഗർഭിണിക്ക് ഇൻസുലിൻ ഉപയോഗിക്കാം. എന്നാലും നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും അതൊരു വിഷമം പോലെ തോന്നുന്നുണ്ടെങ്കിൽ സാരമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൈകളിലും അതുപോലെ കാലിൻ്റെ തുടകളിലും എന്ത് ചെയ്യാം, ഇൻസുലിൻ ചെയ്യാം. ഓക്കെ, പക്ഷേ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, ഒരേ സ്ഥലത്ത് തന്നെ ഇൻസുലിൻ ചെയ്യരുത്. ഓക്കെ, ഇത്രയാണ് ഇൻസുലിൻ ചെയ്യുന്നതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇനി ഡയറ്റിനെ കുറിച്ച്, ഭക്ഷണത്തിനെ കുറിച്ചിട്ട് നമ്മൾ
ഡയറ്റിനെക്കുറിച്ച് നമുക്കറിയാം. സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുക എങ്ങനെയാണ്? 3 നേരം ഭക്ഷണം കഴിക്കും. ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു സൈഡിൽ നിന്ന് എന്ത് ചെയ്യുക, കുട്ടിക്ക് ആവശ്യമുള്ള പോഷകാഹാരങ്ങൾ നമ്മുടെ അമ്മയുടെ ശരീരത്തിലൂടെ കിട്ടണം. അതുകൊണ്ട് ഭക്ഷണം കുറഞ്ഞു പോകാൻ പാടില്ല. മറ്റൊരു ഭാഗത്ത് നിന്ന് ഷുഗർ കൂടാനും പാടില്ല. മനസ്സിലായി? ഈ രൂപത്തിലൊരു ഭക്ഷണമാണ് ക്രമീകരിക്കേണ്ടത്. അപ്പോൾ അതിനാണ് പറയുന്നത് സ്മോൾ ഫ്രീക്വൻറ്റ് ഫീഡ് എന്ന് പറയും. അതായത് 3 നേരം കഴിക്കുന്നതിന് പകരം അളവ് കുറച്ചിട്ട് 6 നേരമാക്കിയിട്ട് കഴിക്കുക എന്നത്. ഡയറ്റിനെ കുറിച്ചിട്ട് നമ്മൾ വിശദമായിട്ടൊരു ക്ലാസ് കഴിഞ്ഞതാണ്. കഴിഞ്ഞ ക്ലാസ്, അതായത് കോംപ്ലിക്കേഷൻ ഫ്രീ ഡയബറ്റീസ് അല്ലെങ്കിൽ സങ്കീർണ്ണത പ്രമേഹത്തിൻ്റെ 10ാമത്തെ ക്ലാസ് നമ്മൾ പൂർണ്ണമായിട്ടും ചർച്ച ചെയ്ത്, നമ്മുടെ ഡയബറ്റിക് എഡ്യൂക്കേറ്റർ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തത് ഇതിന് പ്രമേഹ രോഗിയിലെ ഭക്ഷണ രീതിയെക്കുറിച്ചാണ്. ദയവ് ചെയ്ത് നിങ്ങളത് കേൾക്കുക. അതിൻ്റെ ലിങ്ക് ഇവിടെ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എക്സസൈസ് എന്നത്. ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം ചില ഗർഭിണികൾക്ക് ഗൈനക്കോളജിസ്റ്റ് എക്സസൈസ് അനുവദിക്കില്ല, ബെഡ് റെസ്റ്റ് വേണം. അങ്ങനെ ഇല്ലാത്ത എല്ലാവരെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ സ്പെസിഫിക്കായിട്ട് പൂർണ്ണമായിട്ട് റെസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് നിർബന്ധം പറയാത്ത എല്ലാ പ്രമേഹമുള്ള ഗർഭിണികളായ പ്രമേഹമുള്ളവരും ദിവസം 1 മണിക്കൂർ എക്സസൈസ് തിരിക്കണം. ഒരു മോഡറേറ്റ് ലെവലിൽ എക്സസൈസ്, ഒന്നിക്കൽ രാവിലെയും വൈകുന്നേരം 1/2 മണിക്കൂർ നടത്തം, ഈ രൂപത്തിലൊരു എക്സസൈസ് ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ ചികിത്സയെക്കുറിച്ച് പറഞ്ഞു. അടുത്തതായിട്ട് ഇനി പ്രസവ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒരു പ്രമേഹമുള്ള ഒരു ഗർഭിണി ഡെലിവറി ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, എന്ന് ബേബി പ്രസവം നടക്കുന്നോ ആ സെക്കൻഡ് മുതൽ, ആ നിമിഷം മുതൽ അമ്മയുടെ ഷുഗർ നോർമലാവുകയാണ്. അതുവരെ 3-4 നേരം ഇൻസുലിൻ അടിച്ചിരുന്ന ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് ഷുഗർ നോർമലിലേക്ക് വരികയും ഇൻസുലിനോ മറ്റോ ആവശ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, തലേന്ന് വരെ ഇൻസുലിൻ അടിച്ചുകൊണ്ട് ഷുഗർ കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രസവം കഴിഞ്ഞ ഉടനെ അമ്മയുടെ ഷുഗർ നോക്കണം. രണ്ടാമത്തെ ബേബിയുടെ കാര്യമാണ്. അതാണ് വളരെ പ്രധാനം. ഇവിടെ എന്ത് ചെയ്യുക, ഇത്രയും നേരം ഇൻസുലിൻ ലെവലിൽ നിന്നൊരു ബേബി ആയതുകൊണ്ട് ബേബി ഔട്ടാകുന്നതോടുകൂടി എന്ത് ചെയ്യുക, അമ്മയുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ ഇൻസുലിൻ ഈ കുട്ടിയിലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഷുഗർ കുറഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് ആ സമയത്ത്. അപ്പോൾ 2 കാര്യങ്ങൾ ബേബിയെ സംബന്ധിച്ചിടത്തോളം ഒരു ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണത്? ഒന്ന്, പ്രസവം നടന്ന ഉടനെ തന്നെ ഷുഗർ ചെക്ക് ചെയ്ത് ഷുഗർ ഡൗൺ ആയി പോകുന്ന അവസ്ഥ ഇല്ലയെന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമത്തത്, ഏർലി ബ്രസ്റ്റ് ഫീഡിങ്. പ്രസവം കഴിഞ്ഞ് ഉടനെ തന്നെ എന്ത് ചെയ്യുക, വിത്തിൻ 1/2 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം, ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യണം, മുലപ്പാൽ കൊടുത്തു തുടങ്ങണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രസവത്തിൽ സംസാരിക്കാനുള്ളത്, അല്ലെ പ്രസവ സമയത്ത് ശ്രദ്ധിക്കാനുള്ളത്. ഇനി അടുത്തത് പ്രസവാനന്തരം എന്ത് ചെയ്യണം എന്നതാണ്. ഇവിടെയാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമാണ്. കാരണം പ്രസവം കഴിയുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫ്രീ ആയ പോലെയാണ്. കാരണം അതുവരെ ഭക്ഷണത്തിൽ ഇൻസുലിൻ്റെ കാര്യത്തിൽ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്ന, ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് എന്ത് ചെയ്യുക, ഷുഗർ നോർമലാകുന്നു. ഒരു സ്വാതന്ത്ര്യം കിട്ടിയാൽ ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒരു അവസ്ഥയുണ്ടാകും. നമ്മൾ പലപ്പോഴും കണ്ടുവരും. പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യുക, വീട്ടിൽ അമ്മയായിക്കോട്ടെ അമ്മയെ എല്ലാവരും തന്നെ ഒരുപാട് ഭക്ഷണം കഴിപ്പിക്കുക, അതോടുകൂടി എക്സസൈസ് നിർത്തിവെക്കുക, അതോടുകൂടി ഭക്ഷണത്തിലെ കൺട്രോൾ നിന്ന് പോവുക, എല്ലാം കൊണ്ട് ഒരു 6 മാസം 1 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും ഈ സ്ത്രീ ഡയബറ്റീസായി, ടൈപ്പ് 2 ഡയബറ്റീസായി വരുന്നൊരവസ്ഥയാണ് കണ്ടുവരുന്നത്. മനസ്സിലാക്കേണ്ടത്, ഗർഭാവസ്ഥയിൽ നിങ്ങൾക്ക് ഡയബറ്റീസ് വന്നാൽ GDM എന്നത് പ്രസവം കഴിയുന്നതോടുകൂടി പൂർണ്ണമായിട്ടും 0 നോർമൽ ആവുന്നുണ്ടെങ്കിലും ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ ഡയബറ്റീസ് വരാൻ, ടൈപ്പ് 2 ഡയബറ്റീസ് വരാനുള്ള സാധ്യത 50 മുതൽ 60% വരെയാണ്. അതുകൊണ്ട് തന്നെ പ്രസവം കഴിഞ്ഞാലും എന്ത് ചെയ്യുക, ഡയറ്റിൽ, ഭക്ഷണത്തിലും വ്യായാമത്തിലുള്ള നമ്മൾ നിലനിർത്തിയ ആ ഒരു രീതി തുടർന്നും അങ്ങോട്ട് നിലനിർത്തണം എന്നത് നിർബന്ധ ഘടകമാണ്. അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞാൽ നമ്മൾ ഇൻസുലിനോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിലും 6 ആഴ്ചകൾക്ക് ശേഷം, അതുപോലെ 3 മാസങ്ങൾക്ക് ശേഷം, അതുപോലെ 6 മാസങ്ങൾക്ക് ശേഷം, പിന്നെ എല്ലാ വർഷത്തിലൊരിക്കൽ FBS, PP, നമ്മൾ പണ്ട് പറഞ്ഞ ടെസ്റ്റുകൾ FBS, PPBS, HbA1c എന്ന ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഡയബറ്റീസ് പേഷ്യൻ്റ് അല്ല എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ പ്രസവാനന്തരം എല്ലാ വർഷത്തിലൊരിക്കലും FBS, PPBS, HbA1c ചെയ്യണം. അതുപോലെ തന്നെ ഡയറ്റ്, നമ്മൾ നിലനിർത്തിക്കൊണ്ടിരുന്ന എക്സസൈസും ഡയറ്റും ഒരു പരിധിവരെ അതേപോലെ തന്നെ നിലനിർത്തുകയും ചെയ്യണം. ഇത് ടൈപ്പ് 2 ഡയബറ്റീസ് ആവുന്നതുകൊണ്ട് മാത്രമല്ല, മറിച്ച് അടുത്ത പ്രസവത്തിൽ തുടക്കത്തിലേ എന്ത് ചെയ്യുക, ഡയബറ്റിക് പേഷ്യൻ്റ് ആവുന്നത് തടയാനും കൂടി ഉപയോഗപ്പെടും. അപ്പം ഗർഭാവസ്ഥയിലെ പ്രമേഹം എന്ന ഈ വിഷയം കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് നമ്മൾ സംസാരിച്ചു. ഇതിലൊരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കാം. പ്രത്യേകിച്ചിട്ട് ഒരു വിഷയം സംസാരിക്കാനുള്ളത്, ഇത് വെറും ഗർഭിണികളിൽ മാത്രം ചർച്ച ചെയ്യേണ്ട, അല്ലെങ്കിൽ ഷുഗർ ലെവലിൽ മാത്രം ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഈ ടോപ്പിക്കുമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ്
കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് മറുപടി പറയുന്നതായിരിക്കും. ഇവിടെ നിർത്തുന്നു. നമസ്കാരം.